Hello students, welcome to Team Legend online classes. ഞാൻ അഖിൽ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹയർ സെക്കൻഡറി +2 കെമിസ്ട്രിയിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രീവിയസ് ആയിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്യാം. നമുക്കറിയാം നമുക്ക് ചുറ്റുപാടും ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് അല്ലേ? ആ ചേഞ്ചസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന കാര്യം നമുക്ക് ചുറ്റും ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ ആ കെമിക്കൽ ചേഞ്ച് ഓൾവേസ് പ്രൊസീഡ് ത്രൂ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ വഴിയായിരിക്കും ആ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നത്. അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷനെ നമുക്ക് ഒരു ബാലൻസ്ഡോ അൺബാലൻസ്ഡോ ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷൻ വഴി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ നമുക്ക് ചുറ്റുപാടുണ്ടാകുന്ന ചേഞ്ചുകളിൽ കെമിക്കൽ ചേഞ്ച്. ആ കെമിക്കൽ ചേഞ്ച് പ്രൊസീഡ് ചെയ്യുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ വഴിയായിരിക്കും. ആ കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കെമിക്കൽ ഇക്വേഷൻ വഴി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു കെമിക്കൽ ഇക്വേഷന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ആ രണ്ട് ഭാഗങ്ങളെയും വേർതിരിക്കുന്നത് ഒരു ആരോ മാർക്ക് വെച്ചിട്ടാണ്. ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റിയാക്റ്റ് ഉള്ള ആൾക്കാരെ റിയാക്റ്റൻസ് എന്നും വിളിക്കും. അതിനുശേഷം ആ റിയാക്റ്റൻസ് പ്രോഡക്റ്റായിട്ട് മാറുമെന്നും നമുക്കറിയാം. ഓക്കെ, അപ്പം എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഇങ്ങനെയുള്ള ഒരു റിയാക്ഷൻ്റെ വേഗതയെക്കുറിച്ച് പഠിക്കുന്ന ഒരു കെമിസ്ട്രിയുടെ ശാഖയാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവുകയാണെങ്കിൽ, കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ഡെഫിനിഷനിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, കൈനറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് റിയാക്ഷൻ റേറ്റ്സ് ഓർ ഹൗ ഫാസ്റ്റ് എ റിയാക്ഷൻ ഒക്കേഴ്സ്, ഇറ്റ്സ് മെക്കാനിസം ആൻഡ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനം എത്ര വേഗത്തിൽ നടക്കുന്നു, അതിൻ്റെ മെക്കാനിസം, അതെങ്ങനെ ഏത് രീതിയിലാണ് നടക്കുന്നത്, കൂടാതെ ആ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചുമാണ് കൈനറ്റിക്സിനകത്ത് പഠിക്കുന്നത്. ഇനി ആ കൈനറ്റിക്സ് എന്ന് പറയുന്ന ടേം വന്നിരിക്കുന്നത് ഒരു ഗ്രീക്ക് വേർഡായിട്ടുള്ള കൈനസിസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞ് നമുക്ക് ചാപ്റ്ററിലേക്ക് കയറാം. അപ്പോൾ എന്താണ് റേറ്റ്? കൈനറ്റിക്സിനകത്ത് നമ്മൾ പറഞ്ഞ ഡെഫിനിഷനകത്ത് നിന്ന് വന്നതാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ റേറ്റ് അല്ല, അഥവാ സ്പീഡ്. ഓക്കെ, നമ്മൾ ഫിസിക്സിനകത്ത് പഠിക്കുന്നുണ്ട് സ്പീഡിനെ കുറിച്ച് അല്ലെങ്കിൽ റേറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു വസ്തു അല്ലെങ്കിൽ ഒബ്ജക്റ്റിനുണ്ടാകുന്ന സമയത്തിനനുസരിച്ചിട്ടുള്ള സ്ഥാന വ്യത്യാസമാണ് നമ്മൾ സ്പീഡായിട്ട് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഇവിടെയും സമയം ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു മോളിക്യൂൾസും ഇറങ്ങി ഓടാറോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് സാധനം ഒന്നും വ്യത്യാസം വരാറില്ല. അപ്പം എങ്ങനെയായിരിക്കും ഒരു റിയാക്ഷൻ്റെ വേഗത? അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് ആ റിയാക്ഷനുകളുടെ വേഗത അനുസരിച്ചിട്ട് റിയാക്ഷനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത്, ക്ലാസിഫിക്കേഷൻ ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റിയാക്ഷൻസ് ബേസ്ഡ് ഓൺ ദെയർ സ്പീഡ്. രാസപ്രവർത്തനങ്ങളെ അവയുടെ വേഗത അനുസരിച്ചിട്ട് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി സ്ലോ റിയാക്ഷൻ. വളരെ സാവധാനം നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് എക്സ്ട്രീംലി സ്ലോ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടാമത്തത് മോഡറേറ്റ് റിയാക്ഷൻ. മിതമായിട്ടുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറുകളോ 1-2 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന റിയാക്ഷനാണ് മോഡറേറ്റ് റിയാക്ഷൻ. ഓക്കെ, അതിനുശേഷം വളരെ വേഗത കൂടിയ വെരി ഫാസ്റ്റ് റിയാക്ഷൻ. നമ്മൾ കണ്ണൊന്ന് അടച്ചു തുറക്കുന്നതിന് മുമ്പ് തീരുന്ന രാസപ്രവർത്തനങ്ങളും നമുക്ക് ചുറ്റുപാടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ 3 രീതിയിലാണ് രാസപ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, എക്സ്ട്രീംലി സ്ലോ റിയാക്ഷൻ, മോഡറേറ്റ് റിയാക്ഷൻ, വെരി ഫാസ്റ്റ് റിയാക്ഷൻ. അപ്പോൾ ഇതിനെല്ലാം ഓരോ എക്സാമ്പിൾ നോക്കാം. എക്സ്ട്രീംലി സ്ലോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോ മാസങ്ങളോളം എടുത്ത് പൂർത്തീകരിക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് എക്സ്ട്രീംലി സ്ലോ റിയാക്ഷൻ. ഉദാഹരണം, നമുക്ക് ചുറ്റുപാടുമുള്ള ഇരുമ്പ് കമ്പികൾ തുരുമ്പിക്കാറുണ്ടല്ലോ, അത് 1-2 ദിവസങ്ങൾ കൊണ്ടായിരിക്കില്ല നടക്കുന്നത്. 2-3 മാസങ്ങൾ എടുത്തിട്ടായിരിക്കും ആ രാസപ്രവർത്തനം പൂർണ്ണമായി നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ്ട്രീംലി സ്ലോ റിയാക്ഷന് നമുക്കൊരു എക്സാമ്പിൾ പറയാം. റസ്റ്റിംഗ് ഓഫ് അയൺ. റസ്റ്റിംഗ് ഓഫ് അയൺ ഒരു എക്സ്ട്രീംലി സ്ലോ റിയാക്ഷന് എക്സാമ്പിളാണ്. അതിനുശേഷം മോഡറേറ്റ് റിയാക്ഷൻ ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് മോഡറേറ്റ് റിയാക്ഷൻസ്. എക്സാമ്പിൾ എസ്റ്ററുകൾ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. എസ്റ്റർ ഹൈഡ്രോളിസിസ് നമ്മൾ ചാപ്റ്ററിൽ അങ്ങോട്ട് ചെയ്തുകൊണ്ട് നമ്മളത് പഠിക്കും. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, എസ്റ്റർ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് റിയാക്ഷനാണ്. അതിനുശേഷം വെരി ഫാസ്റ്റ് റിയാക്ഷൻ. രാസപ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചു വരുന്ന ഒരു റിയാക്ഷൻ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ആസിഡും ബേസും കൂടെ ചേർന്ന്
സോൾട്ടും വാട്ടർ ആകുന്ന റിയാക്ഷൻ. ആ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഒരു ഫാസ്റ്റ് റിയാക്ഷന് എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ന്യൂട്രലൈസേഷൻ ഒരു എക്സ്ട്രീംലി അല്ലെങ്കിൽ വെരി ഫാസ്റ്റ് റിയാക്ഷൻ ആണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു റിയാക്ഷന്റെ വേഗതയെ വെച്ചിട്ട് നമ്മൾ റിയാക്ഷനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞു. അല്ലെങ്കിൽ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, അതിനൊരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കണം. റേറ്റ് ഓഫ് എ റിയാക്ഷന്റെ ഡെഫിനിഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡെഫിനിഷനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം പറയുകയാണ്. ഒരു രാസപ്രവർത്തനം അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അവിടെ റിയാക്റ്റന്റ് ഉണ്ടായിരുന്നു. ആ റിയാക്റ്റന്റുകളാണ് എന്തായി മാറുന്നത്? പ്രോഡക്റ്റുകളായി മാറുന്നത്. റിയാക്റ്റൻസ് ടേൺ ഇൻടു പ്രോഡക്ട്സ്. അപ്പോൾ അവിടെ റിയാക്റ്റൻസ് ഇല്ലാണ്ടാകുന്നു, പ്രോഡക്ട്സ് പുതിയതായി ഉണ്ടാകുന്നു. അപ്പം ഇവിടെ രണ്ട് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. റിയാക്റ്റൻസ് ഇല്ലാണ്ടാകുന്ന മാറ്റങ്ങളും പ്രോഡക്ട്സ് ഉണ്ടാകുന്ന മാറ്റങ്ങളും. ഈ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് റേറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. For definition of rate of a reaction is, or it is defined as the rate of change of any one of the concentration of reactants or products with respect to time. ഈ പറഞ്ഞ രണ്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ വ്യത്യാസം, ആർക്കനുസരിച്ചിട്ട് സമയത്തിനനുസരിച്ചുണ്ടാകുന്ന കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഒരു രാസപ്രവർത്തനത്തിൻ്റെ റിയാക്ഷൻ്റെ റേറ്റിനൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. റേറ്റ് എന്നാൽ, റേറ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഓർ പ്രോഡക്ട്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം ടേക്ക്. അപ്പോൾ നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഒരു ജനറലൈസ്ഡ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു, ഒരു ഇമാജിനറി റിയാക്ഷൻ. ഓക്കെ, എൻ്റെ കയ്യിൽ സപ്പോസ് നിങ്ങളൊന്ന് സങ്കല്പിക്കുക, എൻ്റെ കയ്യിൽ ഒരു വെസൽ ഇരിപ്പുണ്ട്. അതിലൊരു റിയാക്റ്റൻ്റ് എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് മോളിക്യൂൾ ആർ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് മോളിക്യൂൾ ഇരിക്കുന്നു. അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇനിഷ്യലി ഞാൻ എടുത്തിരിക്കുന്ന റിയാക്റ്റൻ്റ് മോളിക്യൂൾ എടുത്തിരിക്കുന്നത് 100 mol/L ആണ്. ഓക്കെ, അപ്പോൾ ആ റിയാക്റ്റൻ്റ് ബീക്കറിനകത്തിരിക്കുന്ന റിയാക്റ്റൻ്റ് ആർ റിയാക്ട് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആർ ഗീവ്സ്, നമ്മുടെ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ ഇതായിരുന്നു, ആർ ഗീവ്സ് പി, റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇനീഷ്യലി ഞാൻ ഇതിൻ്റെ ഒരു ഡേറ്റ, ആ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഒരു ഡേറ്റ ഞാനൊന്ന് എഴുതിയിട്ട് തരാം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് റിയാക്ഷൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതിയിടാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായി ഞാനൊരു 3 കോളംസ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, കോളം നമ്പർ 1 ടൈം എടുക്കുന്ന റിയാക്ഷൻ പ്രവർത്തിച്ച് റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് തീരാൻ എടുക്കുന്ന ടൈം. ഓക്കെ, അതിനുശേഷം അവിടെ ഉണ്ടായിരിക്കുന്ന റിയാക്റ്റൻ്റ് മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ, ഓരോ സമയത്തും ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ എഴുതിയിടുന്നു. നമ്മൾ കോൺസെൻട്രേഷനെ നമ്മൾ എഴുതാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാണ് എഴുതുന്നത്. റിയാക്റ്റൻ്റ് ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ R എന്ന് എഴുതും. ഇനി അതിനുശേഷം പ്രോഡക്റ്റിനുണ്ടാകുന്ന ചേഞ്ചും കോൺസെൻട്രേഷനും നമ്മൾ എഴുതുന്നു. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിലിരിക്കുന്ന റിയാക്ഷൻ വെസലിൽ 100 mol/L ഉണ്ടായിരുന്നു. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് പ്രോഡക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് വീക്ഷിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഡേറ്റാസ് കിട്ടിയത്. ഓക്കെ, ഇനിഷ്യലി ഞാൻ നോക്കുന്ന ടൈമിൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ടൈമിനെ ഞാൻ 0 സെക്കൻഡ് എന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ടൈം എന്തായി? 0 സെക്കൻഡ്. അപ്പോൾ അതിനകത്ത് ഇനിഷ്യലി എത്ര മോളിക്യൂൾസ് ഉണ്ടായിരുന്നു? റിയാക്റ്റൻ്റ് 100 mol/L ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ആ റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രോഡക്റ്റ് ഒന്നും ഇല്ലെന്ന് നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് മോളിക്യൂളിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 0 ആണ്. ഓക്കെ, റിയാക്ഷൻ അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തു, സമയം നീങ്ങുന്നു. സമയം 0 സെക്കൻഡിൽ നിന്നും 1 സെക്കൻഡായിട്ട് മാറി. റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് പ്രോഡക്റ്റ് ആവാൻ തുടങ്ങുന്നു. റിയാക്റ്റൻ്റ് മോളിക്യൂൾസിൻ്റെ എണ്ണത്തിൽ കുറവാണ് വരുന്നതെന്ന് നമുക്കറിയാലോ. അപ്പോൾ 100 mol/L നിന്നും എത്രയായിട്ട് മാറി? 92 mol/L കുറഞ്ഞ് 98 ആയിട്ട് മാറി. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ തുടങ്ങുന്നു. ആദ്യമേ ഇനിഷ്യലി 0 സെക്കൻഡിൽ അവിടെ പ്രോഡക്റ്റുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. സപ്പോസ് നമ്മളൊന്ന് വിചാരിക്കുന്നു ഒരു 2 പ്രോഡക്റ്റ് മോളിക്യൂൾ അവിടെ ഫോം ചെയ്തതായിട്ട്. അതിനുശേഷം സമയം 2 സെക്കൻഡിലേക്ക് കടക്കുകയാണ്. റിയാക്ഷൻ തുടങ്ങി 2 സെക്കൻഡ് കഴിഞ്ഞു. 2 സെക്കൻഡ് കഴിയുന്ന നേരത്ത് പിന്നെയും 1 സെക്കൻഡിൽ നിന്ന് 2 സെക്കൻഡ് ആയപ്പോഴേക്കും മോളിക്യൂൾസിൻ്റെ എണ്ണം 96 മാറി. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ 4 മാറി. ഓക്കെ, 4 mol/L മാറി.
ലാസ്റ്റ് സമയം നമ്മൾ ഇത്രയാണ് എടുക്കുന്നത്. 3 സെക്കൻഡിലേക്ക് കടക്കുമ്പോൾ, മൂന്നാമത്തെ സെക്കൻഡിലേക്ക് കടക്കുമ്പോൾ ആ റിയാക്ഷൻ്റെ റേറ്റ് അതിനകത്തുള്ള റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ 96 നിന്നും പിന്നെ 2 മോളിക്യൂൾസ് കുറഞ്ഞ് എത്രയായി മാറുന്നു? 94 മാറുന്നു. അവിടെ പ്രോഡക്റ്റ് 6 ആയി മാറുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഡേറ്റ. ഒന്ന് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ഇതാണ് റിയാക്ഷൻ. ഇതായിരുന്നു ഒരു വെസലിൽ 100 മോൾ പെർ ലിറ്റർ എടുത്തിരിക്കുന്ന റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് എടുത്തിരുന്നു. അത് പ്രോഡക്റ്റായിട്ട് മാറുന്നു. ഡേറ്റാസ്, ടൈം, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, ഉണ്ടായിരിക്കുന്ന ചേഞ്ച് നോക്കിക്കൊള്ളുക. സമയം സ്റ്റാർട്ട് ചെയ്തു 0 സെക്കൻഡിൽ നിന്ന് 3 സെക്കൻഡ് വരെ എത്തി. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന റിയാക്റ്റൻ്റ് മോളിക്യൂൾസിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 100 ആയിരുന്നു, 98, 96, 94 ആയിട്ട് മാറി. അപ്പോൾ അവിടുന്ന് മനസ്സിലായത് റിയാക്ഷനകത്ത് റിയാക്റ്റൻറ്റുകളുടെ എണ്ണം കുറയുകയും അതിനുശേഷം അത് റിയാക്ഷൻ നടക്കുമ്പോൾ പ്രോഡക്റ്റിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രീതി വെച്ചിട്ട് റിയാക്ഷൻ്റെ എക്സ്പ്രഷൻ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ? ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഓർ പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്ക്. ഓക്കെ, അപ്പം നമുക്ക് 2 രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് റേറ്റിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇൻ ടേംസ് ഓഫ് അവിടെ മാറ്റം ഉണ്ടാകുന്നത് ആർക്കൊക്കെയാണ്? റിയാക്റ്റൻ്റ് മോളിക്യൂൾസിന് മാറ്റം ഉണ്ടാകുന്നുണ്ട്, പ്രോഡക്റ്റ് മോളിക്യൂൾസിനും മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ വേഗത അല്ലെങ്കിൽ റേറ്റിനെ ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻറ്റും വെച്ചിട്ട് പറയാം, ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ് വെച്ചിട്ടും പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി ഉണ്ടായിരുന്ന റിയാക്റ്റൻ്റ് മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷനെ ഞാൻ R1 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സമയം 3 സെക്കൻഡിൽ അല്ലെങ്കിൽ ആ റിയാക്ഷൻ തീർന്നപ്പോഴുണ്ടായിരുന്ന കോൺസെൻട്രേഷനെ ഞാൻ R2 എന്നും വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ 0 സെക്കൻഡിലുണ്ടായിരുന്ന പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനെ P1 എന്നും വിളിക്കാം. മൂന്നാമത്തെ സെക്കൻഡിലുള്ള കോൺസെൻട്രേഷനെ P2 എന്നും വിളിക്കാം. ഓക്കെ, ഈ ടൈമിനെ 0 സെക്കൻഡിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം? T1 എന്ന് വിളിക്കാം. ഇതിനെ T2 എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് ഫ്രം 0 to 3 സെക്കൻഡ്, 0 മുതൽ 3 സെക്കൻഡ് വരെ ആയപ്പോൾ ഉള്ള റിയാക്ഷൻ്റെ വേഗത ആരെ വെച്ചിട്ട് നമ്മൾ പറയുന്നു? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനിലുണ്ടാകുന്ന വ്യത്യാസം വെച്ചിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേ. സമയം എത്രയായിരുന്നു? 0 സെക്കൻഡിനെ ഞാൻ T1 എന്ന് വിളിച്ചു, T2 എന്ന് വിളിച്ചു. 0 സെക്കൻഡിലുള്ള അല്ലെങ്കിൽ T1ലുള്ള കോൺസെൻട്രേഷനെ R1 എന്ന് വിളിച്ചു. അതിനുശേഷം ഈ ഫൈനൽ കോൺസെൻട്രേഷനെ R2 എന്ന് വിളിച്ചു. അപ്പം താണ്ടെ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് അല്ലേ? ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം, ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആയിരിക്കും കോൺസെൻട്രേഷൻ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റേറ്റ് R is equal to എന്തായിരിക്കും? എന്താണ് ഫൈനൽ കോൺസെൻട്രേഷൻ? എന്താണ്? R2 അല്ലേ? R2 കോൺസെൻട്രേഷൻ ഓഫ് R2 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R1 ഡിവൈഡഡ് ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ എടുത്ത ടൈം എത്രയാണ്? 3 സെക്കൻഡിലായില്ലേ? അതിനെ നമ്മൾ എന്താ വിളിച്ചത്? T2 എന്നല്ലേ വിളിച്ചത്? T2 മൈനസ് ഇനിഷ്യൽ കോൺസെൻട്രേഷനുള്ള സമയം എത്രയായിരുന്നു? T1 എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എക്സ്പ്രഷൻ? റേറ്റ് R is equal to R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനൊരു കാര്യം അവിടെ ഇടുവാണ്. അതിൻ്റെ എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഞാൻ അവിടെ പറഞ്ഞു തരാം. ഓക്കെ, കറക്റ്റ് ഇക്വേഷൻ ഇതാണ്. മൈനസ് ഓഫ് R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. എന്താണ് ആ മൈനസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. താണ്ടേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 0 to 3 സെക്കൻഡ് വരെയുള്ള റിയാക്ഷൻ്റെ റേറ്റ് എത്രയാണെന്ന്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തേ. റേറ്റ് R is equal to എന്തായിരിക്കും? ആ R2 എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ അതിൽ തന്നിരിക്കുന്ന R2 എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ എത്രയാണ്? 94 ആണല്ലേ? അപ്പോൾ 94 മൈനസ് എത്രയാണ് വന്നിരിക്കുന്നത്? R1 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? 100 അല്ലേ? 100 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ഫൈനൽ ടൈം എത്രയാണ്? 3 സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ 3 മൈനസ് ഇനിഷ്യൽ ടൈം എത്രയാണ്? 0 സെക്കൻഡ് ആണ് അല്ലേ? 3 മൈനസ് 0. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും വരുന്നത്? 94 മൈനസ് 100 അല്ലേ? എത്രയാണ് വന്നിരിക്കുന്നത്? -6 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, എത്ര വരും? -2. ഇനി അതിൻ്റെ യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ നമ്മൾ എടുത്തിരിക്കുന്ന കോൺസെൻട്രേഷൻ എന്തിനാണ് എടുക്കുന്നത്? മോൾ പെർ ലിറ്ററിലാണ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്റർ ആണ്. മോൾ പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ സമയത്തിനുണ്ടാകുന്ന ചേഞ്ച് എന്തിനാണ് പറയുന്നത്? സെക്കൻഡിലാണ് അല്ലേ? ഇപ്പോൾ മോൾ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ മോൾ പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ്. അപ്പോൾ -2 മോൾ
പെർ ലിറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ടാണ് റിയാക്ഷൻ്റെ വേഗത അവിടെ പോകുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിനകത്ത് സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, അത് നെഗറ്റീവ് ആവാൻ പാടില്ല. പക്ഷേ ഇപ്പോഴും നമ്മുടെ സ്പീഡ് എന്താണ് വന്നിരിക്കുന്നത്? നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആകാത്തത് കൊണ്ട് ഇവിടെ ആ ഒരു കാര്യം നമുക്കൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ആ നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഇക്വേഷൻ എന്തായിരിക്കും? -(r2 - r1) ഡിവൈഡഡ് ബൈ T2 - T1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഇക്വേഷൻ എങ്ങനെ പോകും? -6 ഡിവൈഡഡ് ബൈ 3 = എത്രയാണ്? -2. എത്ര വരും? 2 mol per liter per second. ഓക്കെ, ഇങ്ങനെ എഴുതാമല്ലോ. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട് ഈ രീതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ രാസപ്രവർത്തനത്തിൻ്റെ വേഗത എങ്ങനെയാണ് നടക്കുന്നത്? റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഓരോ സമയത്തും ഇൻ്റർവെൽ ഓഫ് ടൈമിലും 2 മോളിക്യൂൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ 2 mol per liter വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതേ റിയാക്ഷൻ്റെ വേഗതയെ ഇൻ ടേംസ് ഓഫ് ഏത് വെച്ചിട്ട് പറയാൻ പറ്റും? പ്രോഡക്റ്റ് വെച്ചിട്ട് പറയാൻ പറ്റും. ഇവിടെ റിയാക്റ്റൻറ്റിന് മാത്രമല്ല ചേഞ്ച് ഉണ്ടാകുന്നത്, പ്രോഡക്റ്റിനും കൂടെ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് സമയത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയായിരിക്കും എക്സ്പ്രഷൻ ഓഫ് റിയാക്ഷൻ റേറ്റ്സ്? ഇൻ ടേംസ് ഓഫ് എന്താണ്? പ്രോഡക്റ്റ് ആണ് അല്ലേ? പ്രോഡക്റ്റ് ഫ്രം 0 to 3 സെക്കൻഡ്. ഓക്കെ, നമുക്ക് നോക്കാം. 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള വ്യത്യാസം സമയത്തിൽ T1 T2 എന്നെടുത്തു. അപ്പോഴുണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ വ്യത്യാസം, ഇനീഷ്യലി പ്രോഡക്റ്റ് 0 ആയിരുന്നു, അതിനെ P1 എന്ന് വിളിച്ചു, ഇതിനെ എന്തെന്ന് വിളിച്ചു? P2 എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേറ്റ് R ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ്, അപ്പോൾ ആരെ എടുക്കണം? വിത്ത് റെസ്പെക്ട് ടു പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയായിരിക്കും? ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? P2 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് P2 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് P1 ഡിവൈഡഡ് ബൈ ആ എടുത്ത സമയം എങ്ങനെയാണ്? ഫൈനൽ ടൈം എത്രയാണ്? T2 അല്ലേ? T2 മൈനസ് T1. ഓക്കെ, നമുക്ക് 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന വ്യത്യാസം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ റേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റേറ്റ് R = എന്താണ്? P2 മൂന്നാമത്തെ സെക്കൻഡിലുള്ള പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 6 mol per liter ആയിരുന്നു. അപ്പോൾ 6 മൈനസ്, ഓക്കെ, അതിനുശേഷം ഇനീഷ്യൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിരുന്നു? 0 ആയിരുന്നു. 6 മൈനസ് 0 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഫൈനൽ ടൈം എത്രയാണ്? 3 സെക്കൻഡ് അല്ലേ? 3 ഇനിഷ്യൽ ടൈം എത്രയാണ്? 0. 3 മൈനസ് 0. അപ്പോൾ R = 6 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. എത്ര വരും? +2 mol liter raised to -1 second raised to -1 എന്ന് വരും. ഇവിടെ നമുക്ക് നെഗറ്റീവ് സൈൻ്റെ ആവശ്യമില്ല, കാരണം ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറയുന്ന വാല്യൂ എത്ര തന്നെയാണ് വരുന്നിരിക്കുന്നത്? പോസിറ്റീവ് വാല്യൂ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ +6/3. ഓക്കെ, എത്ര വരും? +2 mol per liter per second എന്ന് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കണക്കുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറക്റ്റായിട്ട് നോട്ടൊന്ന് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.